ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം കുറേ നാളായി നമ്മൾ ആ ബ്ലോഗിലേക്ക് വന്നിരുന്നറിയാം. അപ്പം ഇന്ന് നമ്മൾ മധുരൈ വരെ പോവുകയാണ്. മധുരൈ. അപ്പം എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് നേരത്തെ അറിയാം. നമ്മുടെ അമൽബായ് ഉണ്ട്, അരുൺ ചേട്ടനുണ്ട്, പിന്നെ സച്ചു ഉണ്ട്. അപ്പം ഇന്നത്തെ വ്ലോഗ് മൊത്തം എടുക്കുന്നത് Insta360 അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. അപ്പം രാവിലെ ഇനിയിപ്പം ഡ്രസ്സൊക്കെ എടുക്കണം. കാരണം ഇന്നലെ ബ്രസീലിൻ്റെ മാച്ചൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കണ്ട് കിടന്നപ്പോൾ ഒരു ടൈമായി. അപ്പം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് 11:45 ട്രെയിന്. ഡ്രസ്സ് പാക്ക് ചെയ്യുക, പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ. ബാക്കി അപ്പം മധുരൈ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ വീഡിയോ കഴിഞ്ഞ് അടുത്ത് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക, നമുക്ക് കാണാം. അപ്പോൾ ഹലോ ഗൈസ്, അങ്ങനെ ഇറങ്ങി. ഇനി നമ്മൾ ആ വണ്ടി എടുക്കുക, നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ. അവരെല്ലാവരും അങ്ങ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ മധുരൈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കഴിച്ച് ഞാൻ സാധാരണ ഇവിടെയാണ് നമ്മൾ വണ്ടി വയ്ക്കാറ്. ഇത് നമ്മളെ തമ്പാനൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഫുള്ളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അവരെത്താറായെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോവാം. ഇതാണ് തമ്പാനൂർ. ഇവിടെയൊക്കെ ഈ മഴ സമയത്ത് താണ്ട് ഈ റോഡൊന്നും കാണാൻ കൂടി പറ്റത്തില്ല. ഇതാണ് തമ്പാനൂരിൻ്റെ സർക്കിള്. ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ പോയാൽ നമുക്ക് എങ്ങോട്ട് പോവാം? ഈസ്റ്റോട്ട് പോവാം. റൈറ്റ് എടുത്ത് പോയാൽ കൈരളി തിയേറ്റർ അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയാൽ പാപ്പനങ്ങോട്ട് കരമന ആ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് റൂട്ട് മാപ്പ്. അവരിതുവരെ വന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓട്ടോക്കാരന്മാർക്കൊന്നും ഒരു ബോധമില്ലാത്ത പോലെയാണ് ഗൈസ്. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ ടു മധുരൈ സെൻട്രൽ വി ആർ ഗോയിങ്. ഗൈസ്, ഈ ട്രെയിനിലാണ് നമ്മളൊന്ന് പോകുന്നത്. ഞാൻ അകത്ത് കയറി നോക്കി, അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കോച്ച് D3 ആണ്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഗൈസ്, അങ്ങനെ അതാ സച്ചുവും അമൽബായും പിന്നെ നമ്മൾ അരുൺ ചേട്ടനും എത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ നമ്മളെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എത്ര ദിവസമായി ബ്രോ? 3-4 ദിവസം. നമ്മൾ പ്ലാൻ ചെയ്ത ഒരു നമ്മളെ വേണ്ടപ്പെട്ട ഒരു പയ്യനാണ് പ്ലാൻ ചെയ്തത്. അവസാന നിമിഷമായപ്പോൾ പയ്യന് വേറെ ചില തിരക്കുകൾ കാരണം എറണാകുളത്ത് എന്താ പരിപാടി, അങ്ങനെ അവൻ തെറ്റു. ശിവ എന്നാണ് പേര്. നമ്മളിപ്പോൾ അവന് വീഡിയോ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ബ്രസീലിന്റെ കളി എന്താ? 1-1 വിനി. നമ്മളെ ട്രെയിന് 11:30 11:35 ട്രെയിൻ എടുക്കും. അപ്പം നമുക്കിനി ബാക്കി കാഴ്ചകൾ നമ്മൾ ഉടനെ നമ്മളെ വീഡിയോയിലൂടെ വരുന്നതാണ്.
കാർത്തി ഇവിടെ ക്യാമറ കാർത്തിയെ തമിഴ് അറിഞ്ഞൂടാ, പക്ഷെ എന്തൊക്കെ പറയുന്നുണ്ട്. ടോൾക്കയിൽ റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് കാർത്തി പറയണേ. ഗൈസ്, ഇത് ഏതോ മലയൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പം ഞാൻ കൂടുതൽ വിഷ്വൽസ് എടുക്കുന്നില്ല, കാരണം ഓൾറെഡി കുറേ പച്ചപ്പിൻ്റെ വീഡിയോസായി. ഇപ്പം നമ്മളിനിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനായ ലൈക്ക് നമ്മൾ അടുത്ത മധുര ആയിരിക്കുമല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം ടിൽ ദെൻ ബൈ ഗൈസ്. കടലമുട്ടായി വാങ്ങിച്ചു ഗൈസ്. കടലമുട്ടായുടെ പേര് ഗൈസ്, എൻ്റെ പേര് കാർത്തി. ഞാനിപ്പം ലൈക്ക് തമിഴ്നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഉപയോഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മധുരൈ ട്രെയിനിൽ വെച്ച് ഒന്ന് കാർത്തി സ്വീറ്റ്സ്, കാർത്തി സ്വീറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ലോക്കൽ കടകളിൽ അവൈലബിൾ ആണ്. അപ്പം പ്രോഡക്റ്റിന്റെ വില വെറും 60 രൂപയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ ബിരിയാണി വാങ്ങിച്ച്. എങ്ങനെയുണ്ട് ബിരിയാണിയുടെ ഒരു റേറ്റിംഗ് പറ? വിശന്നിരുന്നോണ്ട് തിന്നോ അല്ലേ? കിച്ചു അല്ല സച്ചു, എങ്ങനെ ഉണ്ടോ ബിരിയാണി? ബ്രോ എങ്ങനെയുണ്ട് ബിരിയാണി? കുഴപ്പമില്ല. ഞാൻ ഞാൻ ആദ്യം കഴിച്ചു. അതൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴി നമ്മളവിടെ ഒരു കുറേ കീച്ചേനെ കൊണ്ടിട്ട് അമൽ ഭായി ഇവിടെ കള്ള ഉറക്കെ കാണിച്ച് ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേക്കും അരുൺ ചേട്ടൻ ഇവിടെ ഫോണിലെന്തോ അല്ല കീച്ചേൻ നോക്കും. ഒരു കീച്ചേൻ്റെ ഒരു തെറ്റും ഉണ്ടോ കേട്ട് വെറുതെ ഇവിടെ ഉറക്കം. गाड़ी संख्या 206 वंदे भारत മധുരയിലെ യാത്ര തുടങ്ങാമെന്നാണ് പ്ലാൻ. ഫോണിലാണ് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിന്നെ ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ റൂം തപ്പി. നമുക്ക് ഒരു പ്ലാനും ഇല്ല. നമ്മൾ റൂം തപ്പി ഇപ്പം ഹോട്ടലിൽ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ റൂം തപ്പി പോവുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇപ്പം എത്ര മണിയായി? 5:15 നമ്മളിവിടെ എത്തിയപ്പം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ ഉടനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇത് കുളമാണ്. അപ്പൊ എന്തോ ക്ലീൻ ചെയ്യുന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ആരെങ്കിലും ക്യാമറ പിടിച്ചോണ്ട് ഓടുമെന്തോ, അതാണ് എന്റെ പേര്. അണ്ണ എന്തോ സംസാരിക്കുന്നുണ്ടോ? മലയാളത്തിൽ സംസാരിക്കണം. തമിഴെന്ന് പറഞ്ഞിട്ട് സച്ച് മലയാളത്തിൽ സംസാരിക്കണം അണ്ണൻ്റെ അടുത്ത്. നല്ല ചില്ല മഴതാ ചില്ലി ചിക്കനാ. നമ്മളങ്ങനെ മധുരയിലെ ഒതന്റിക് ബീച്ചിലോട്ട്, അതായത് നേരെ കാണുന്ന നമ്മളെ മധുര മീനാക്ഷി അമ്മൻ കോവിലാണ്. ഇപ്പം പണി നടക്കുകയാണ്. ഇനിയിപ്പോ ഒരു 3 ദിവസമോ 2 ദിവസമോ കൂടെ എടുക്കും. നമ്മ അവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് റൂം ഒന്ന് അന്വേഷിച്ച് പോവുകയാണ്. നമ്മളൊരു അണ്ണനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് മധുരൈ റീച്ചില് ഞായറാഴ്ച ബിസി. മധുര റീച്ചിലെ കാഴ്ചകളാണ്.
அது ரேட் எவ்வளோ இருக்குண்ணா? ஹை ரேட்டா? ஹை ரேட் வேணாம், வந்து பட்ஜெட் ஃப்ரெண்ட்லி ட்ரிப்பு தான். പേയ്മെന്റ് ഗൂഗിൾ പേ സ്കാൻ താങ്ക് യു. സ്കാൻ 1600 ഗൈസ് നമ്മളിപ്പോ 1600 എടുത്ത റൂമാണ്, AC റൂം. കളിയൊക്കെ ഉണ്ട്. ഇപ്പം നോക്കിയപ്പം അത്യാവശ്യം, പക്ഷെ റൂം സ്പേസ് കുറവാണ് അല്ലേ, സൈസ് കുറവാണ്. പക്ഷെ വെർത്താണ്, നമുക്ക് 24 hours റൂം കിട്ടി, കുഴപ്പമില്ല, കൊള്ളാം. ഗൈസ് നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് ഇവിടുത്തെ എന്തോ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടോ അവിടെ, അങ്ങനത്തെ എന്തോ ഒരു സ്ഥലമാണ്. ഞാനും അരിഞ്ചണ്ണും കൂടെ വെറുതെ ഇറങ്ങിയത്. നമ്മൾ ഇതിൽ ഈ മഞ്ഞ ബിൽഡിങ്ങാണ് നമ്മളെടുത്തത്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്, പല റേറ്റ്. നമ്മൾ പിന്നെ ലൈക്ക് സംസാരിക്കാനൊന്നുമില്ല, കിട്ടിയ അങ്ങ് എടുത്തു. AC റൂം 1600, നല്ല രസമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പൊതുവെ ഭയങ്കര ചൂടാണ്. നമ്മളവിടെ നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ മധുരയിലെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു, വെറുതെ ഒരു ഈവനിങ് വാക്ക്. അപ്പോൾ അത്യാവശ്യം തിരക്കും, ഞായറാഴ്ച ആയിട്ടും തിരക്കൊന്നുമില്ല. നോക്കാം നമുക്ക്. മധുരയും മാങ്ക ഇവിടെ ഇഷ്ടംപോലെ, നമ്മൾ മറ്റേ ചാല പോലെ തന്നെ അല്ലേ, ചാല പോലെ ഇഷ്ടംപോലെ സ്ട്രീറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2/6 ടൗൺ ഹാൾ റോഡ് മധുരൈ. കപ്പലണ്ടി, കടല, കരിമ്പ് ജ്യൂസ്. ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് വിറക്കണമുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇറങ്ങി നടന്നതേ ഉള്ളൂ. കരിമ്പ് ജ്യൂസ്. ഞങ്ങളങ്ങനെ നമ്മുടെ തെപ്പക്കുളം ഭാഗത്ത് വന്നു. അവിടെ ചുമ്മാ നമ്മൾ ഷോപ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇവിടെ പോസ്റ്റർ ഉണ്ട്. അപ്പം പോസ്റ്റർ ബൈ വൺ ഗെറ്റ് വൺ. ബ്രോ നമുക്ക് വേറെ സെറ്റ് ചെയ്യാം, അങ്ങോട്ട് നടക്കാം. ഞാൻ കയ്യിലെടുത്ത് ഓഫീ
പൈസ നമ്മള് ഫുഡ് രാത്രി എല്ലായിടത്തും തെന്നി തിരിഞ്ഞ് തപ്പക്കുളത്തും പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഹോട്ടലിന്റെ പേര് ആച്ചി. നമ്മള് ബൺ പൊറോട്ടയും പിന്നെ ചെട്ടിനാട് ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. വരുമ്പോ നമ്മൾ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ബൺ പൊറോട്ട, ഇതാണ് ചെട്ടിനാട് ചിക്കൻ. ഊമ്പിച്ചെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമ്മൾ കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയാം അല്ലേ അണ്ണാ? ഫസ്റ്റ് ഇംപ്രഷൻ മൂഞ്ചിയല്ലേ? നമുക്ക് ചിക്കൻ്റെ പീസൊന്നും ഇല്ല, കാണാനില്ല. എന്തൊക്കെയോ ഉണ്ട്. നോക്കാം ഗൈസ്, കഴിച്ചിട്ട് വരാം. അപ്പൊ നല്ല വിശ്വസുണ്ടോ ഗൈസ്? ഇതാണ് നമ്മള് ബൺ പൊറോട്ട കഴിച്ച കട, ഇവിടുത്തെ അണ്ണൻ. ഇറ്റ് വാസ് ആൻ ആവറേജ് എക്സ്പീരിയൻസ് ഗൈസ്. നമ്മളൊരു പെപ്പർ ചിക്കൻ വാങ്ങിച്ചു, പിന്നീട് ഉള്ളതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അതാണ് നമ്മൾ കഴിച്ച കട. ഭയങ്കര ആവറേജ് ആയിരുന്നു സംഭവം. ഇത് രാത്രിയോര കാഴ്ചകളാണ് നമ്മുടെ മധുരയില്. നാളെ നമ്മളെ പ്ലാൻ, നമുക്ക് രാവിലെ മധുര മീനാക്ഷിയിൽ വിസിറ്റ് ചെയ്യണം. പിന്നെ മധുര മീനാക്ഷി എടാ ഒന്ന് പിടിയിടാ. നാളെ നമ്മള് മധുര മീനാക്ഷി വിസിറ്റ് ചെയ്യണം. പിന്നെ മറ്റേ എന്റെ പേരെന്തോന്നു സംഭവം, നായ്ക്കർ ഏതൊരു പാലസ്, അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അവിടെ വിസിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ നാളെ പകല് മൊത്തം നമ്മൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ ഇന്നസെന്റ് ഒരു പരസ്യം നമ്മൾ കണ്ടത്. കാണാൻ പറ്റുന്നുണ്ടാന്ന് പറഞ്ഞതാ. അപ്പം നാളത്തെ പ്ലാൻ അതാണ്. രാവിലെ നമ്മളെ മീനാക്ഷി അമ്മൻ കോവിലിൽ പോകണം. പിന്നെ അതിനുശേഷം ഇവിടെ മാക്സിമം മധുര കവർ ചെയ്യണം. പിന്നെ 11:45 ട്രെയിൻ. ഇവിടുത്തെ ഭയങ്കര നോയ്സാണ്. ഹോണടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം ഇതിന് മുമ്പേ ഭയങ്കര നോയ്സി ആയിട്ട് ഡൽഹി പോയപ്പോഴാണ്. ഇവിടത്തതും ഏറെക്കുറെ സെയിം തന്നെയാണ്. ഭയങ്കര ഹോണടിയാണ്. അപ്പൊ നാളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇന്നിപ്പോ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കടകളിലൊക്കെ കയറിയിട്ട് നേരെ റൂമിലോട്ടാണ്. ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മള് ജിഗർദണ്ഡ കുടിക്കാനുള്ള ചെറിയൊരു പ്ലാൻ. എനിക്കൊന്നും വേണ്ടേ എന്നാ, നമുക്ക് കുടിക്കണോ? എനിക്ക് വേണ്ട, വയറ് ഫുള്ള്. ഞാൻ നിങ്ങളെന്താരെങ്കിലും ഇതാണ് ഇവിടുത്തെ റേറ്റ്. ജിഗർദണ്ഡ മധുരൈ. ഫുഡ് പറ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കൊള്ളായിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ല അത്യാവശ്യം നല്ല ആദ്യത്തെ സെറ്റിനോട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ് ഇല്ലേ? ആവറേജ് ഇല്ലേ? നമ്മളെല്ലാരും കാണാം. അപ്പം നാളത്തെ നമ്മളെ വിശേഷങ്ങൾ എന്തായാലും ഉടനെ നമ്മൾ വരുന്നതായിരിക്കും. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. എല്ലാരും മെസ്സിയൊക്കെ വലിച്ചെടുക്കുന്നത്. ലക്ഷ്മി അമ്മാളും എല്ലാവരും കൂടെ ചേർത്ത് വലിക്കുന്നത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. നമ്മളെ ജിഗർദണ്ഡ വന്നിരിക്കുന്നു. കുറച്ച് ഇംപ്രഷൻ നോക്കാം. ആദ്യമായിട്ടല്ലേ കുടിക്കണേ? ആദ്യമായിട്ടല്ലേ പ്രസിദ്ധ നമ്മളെ പാൽ പൈസ അല്ലേ? അതുപോലെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഉണ്ട്? സ്പെഷ്യൽ പറയാം. നിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലോ എങ്ങനെയുണ്ട്? പാൽ പായസം ആണോ? ഞാൻ കുടിച്ചിട്ടുണ്ട്. കൊള്ളാം. തംസം മധുരി വന്നു കഴിഞ്ഞാൽ ആരും മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എല്ലാരും ചേർത്ത് തന്നെ വന്ന് കുടിക്കാം. രാവിലെ നമ്മള് മീനാക്ഷി അമ്മൻ കോവിലിൽ പോകാൻ വേണ്ടിട്ട് കുളിച്ച് റെഡിയായി. നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. നമ്മൾ കളി കാണുന്നുണ്ട്. സ്വീഡൻ തുനീഷ്യ. നമ്മുടെ സച്ചുവിന് കുറച്ച് വയർ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവൻ വന്നില്ല. നമ്മള് 3 പേരാണ് പോണ.
നമ്മളെ റൂമിൽ നിന്നൊരു 450 മീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ സ്ട്രീറ്റ് കാഴ്ചകളാണ് മധുരയിലെ. സത്യ മിൽ സ്റ്റോർസ്, ഷിബ ബാഗ്, സയ്യിദ് ഗാർമെന്റ്സ്. തമിഴ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. തമിഴ് ഇനിയിപ്പോൾ പഠിക്കണം. ഇവിടുന്ന് കട്ട് ചെയ്ത് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്മച്ചമാരെന്തൊരു അടിയാണ് രാവിലെ. ഇവിടുന്ന് കട്ട് ചെയ്ത് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്പലം എത്തും. നമ്മളെ ഫോണൊക്കെ അവിടെ കൊടുക്കാന്നുള്ള സ്കീമിലാണ് നമ്മളൊരു സ്വാമി പോണം. ഇവിടെ എല്ലാം ഇന്നിപ്പോ തിങ്കളാഴ്ച ആയിട്ട് പോലും ഒരു ഉണർവൊന്നും കാണില്ല. നമ്മളവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ ഇവിടത്തെ ആളല്ലെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ. ഫോട്ടോ ഇല്ലേ? അമ്മച്ചിക്ക് ഫോട്ടോ എടുക്കണ ഇഷ്ടമല്ല. രാവിലെ തന്നെ പഴം, കുന്തിരിങ്ങ, മാങ്ങ ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ മധുര മീനാക്ഷിയുടെ ഒരു സൈഡാണ് നേരെ കാണുന്നത്. ഇവിടെ ഇപ്പൊ പണി നടക്കണോണ്ട് എനിക്ക് തോന്നുന്ന ഒരു 2.5-3 വർഷം കൊണ്ട് എന്തോ എടുക്കും പണി. അതോടെ കഴിഞ്ഞാലേ ഗോപുരം ഫുള്ളി കംപ്ലീറ്റ് ആവുള്ളൂ. അതുവരെ ഇങ്ങനെ ആയിരിക്കും ഗോപുരം. രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താകും എന്ന് അറിയില്ല. അപ്പം നമ്മളെ ആദ്യത്തെ സ്ഥലം മധുര മീനാക്ഷി അമ്മനാണ്. അപ്പം അവിടുത്തെ മാക്സിമം വിഷ്വൽ എടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ കാണിക്കും. അപ്പം എന്തായാലും അപ്ഡേറ്റഡ്. നമ്മളെ ഫോണ് വെളിയിൽ കൊടുത്തിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പം കുറെ അല്ലേ, അതിനാൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കാം. ആ ബണ്ണ്, തലയിൽ കെട്ടാൻ ബണ്ണ് വാങ്ങിയാൻ പോകുന്ന അമൽ. ഒത്തിരി ചായക്കടയാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ അണ്ണന്മാര് ഷർട്ടൊക്കെ വലിച്ച്. അണ്ണാ എത്ര പ്രാവശ്യം മധുര? ഒരു 40 മേളിൽ. ഓ, 40 വട്ടം മധുരയിൽ വന്ന. അതിന് മേളിലുണ്ട്. കാരണം മാമിയുടെ എവിടെ ഉണ്ട്. അതെ, അശോക് നോവൽറ്റി. കടകളൊന്നും രാവിലെ തുറന്നില്ലല്ലേ? തിങ്കളാഴ്ച ആയിട്ട് പോലും. രാവിലെ ഇഡലിയും വാങ്ങിച്ച് കയറ്റണത് അണ്ണന്മാര്. നമ്മൾ അമ്പലത്തിന്റെ അടുത്തെത്തി. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ബണ്ണ് വാങ്ങിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു കടയ്ക്കകത്ത് കയറിപ്പോയി. അവിടുത്തെ സാധനങ്ങളെല്ലാം കൂടെ തള്ളി വാരിയിട്ട് ഇതോ വരാണ് അവലൂസ്. മോലി പോണ വെള്ള ഷൂ. അണ്ണന്റെ വായിൽ പലത് പറഞ്ഞല്ലോ. എന്താ അണ്ണ പച്ച ചീത്ത വിളിച്ചു കേട്ടാ. നമ്മളെ സൂര്യയുടെ കറുപ്പിന്റെ ഫ്ലെക്സ് അല്ല പോസ്റ്റർ. ഇവിടുന്നാണ് എൻട്രൻസ്. ഫോൺ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ് കൊടുക്കാനുള്ളതെന്ന് ഐ തിങ്ക്. വെസ്റ്റ് ടവർ കാണിക്കുന്നത്. വെസ്റ്റ് ടവർ. ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് ദ എൻട്രി. പൂവ്, ഒരു കാംനെസ് ഉണ്ട് മൊത്തത്തില്. സാരിക്കടയും നമ്മൾ തൊഴുതിറങ്ങി. ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ വയ്ക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. പിന്നെ മൊബൈൽ ഫോണൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര റേറ്റാണ്. അത് ചോദിച്ചിട്ട് പറയാം. തിരക്ക് പൊതുവെ ലൈക്ക് കഴിഞ്ഞ വർഷത്തിനെ കാട്ടി കുറവായിരുന്നു. നമ്മുടെ ശിവന്റെ നടയിൽ മാത്രം തിരക്കുണ്ടായിരുന്നു. പക്ഷെ ബാക്കി അങ്ങനെ തിരക്ക് അധികം ഇല്ലായിരുന്നു. നമ്മളിപ്പം ഗോപുരത്തിന്റെ വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പം
നമ്മൾ നേരെ നമ്മുടെ മെയിൻ എൻട്രൻസില്ലേ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവർ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. കാരണം ഫോണൊന്നും എടുത്തുകൂടാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അതാണ് നല്ലത്. സത്യം പറഞ്ഞാലേ അമ്പലങ്ങളിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കാനാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്ന ടൈമില് അത് മാത്രം എന്നുള്ളൊരു കൺസേണിൽ നമുക്ക് തൊഴാൻ പറ്റും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതെടുക്കണം, ഇതെടുക്കണം, ഫോട്ടോ എടുക്കണം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യണ പരിപാടികൾ നടക്കൂല. നമ്മൾ കാപ്പി കുടിച്ചിട്ടില്ല. കാപ്പി കുടിക്കാനുള്ള ഇനിയിപ്പോ നമ്മളെ ഫ്രണ്ടിലും കൂടെ പോയിട്ടായിരിക്കും കാപ്പി കുടിക്കുന്നത്. ഇതാണ് നമ്മളെ വെസ്റ്റ് നട. ഇവിടെ നമ്മള് നടന്ന് നേരെ ഇനിയിപ്പം ഇവിടെ എന്തോ പണി നടക്കണുണ്ട്, അതിന്റെ സൗണ്ടാണ് കേൾക്കണേ. ഇഷ്ടം പോലെ കുഴപ്പമില്ല, തിരക്കുണ്ടായിരുന്നു വെച്ചാൽ തിരക്കുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ആൻ ആവറേജ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. അമൽ ബ്രോ ഫസ്റ്റ് ടൈമിൽ വിസിറ്റ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലം? ആംബിയൻസ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്. അതെ, വീണ്ടും വരാൻ ആഗ്രഹമുണ്ടോ? അതെ. നമ്മളിനി മധുരയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായി നമ്മൾ മധുര മീനാക്ഷി അമ്മൻ കോവിൽ അരിഞ്ഞോണ്ട് 40 തൊട്ട്. അത് ഞാൻ മറ്റേ ബണ്ണ് വാങ്ങിക്കാൻ നേരത്തെ ചോദിച്ചായിരുന്നു ആശാന്റെ അടുത്ത്. അപ്പൊ നമ്മള് ഫ്രണ്ട് നടയിലോട്ട് എത്തിയിട്ട് നമ്മൾ ബാക്കി വിഷ്വൽ കാണിക്കും. ഇവിടെ എല്ലാം സെയിം ആണ്. ലൈക്ക് കുറെ കടകളും പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങനെ നമ്മളെ ഗോപുരത്തിന്റെ ഫ്രണ്ട് സൈഡിലെത്തി. ഇതാണ് ഗോപുരത്തിന്റെ ഫ്രണ്ട് സൈഡ്. ഇതിപ്പോ പണി ഇനി കുറച്ചുകൂടെ ഉണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. പ്രത്യേകിച്ച് ഈ ഗോപുരത്തിന്റെ ഓരോ ഡിസൈനും അല്ലാണ്. ഓരോ ഡിസൈനിനെ പറ്റി ഡിസൈൻ ഗോപുരത്തിന്റെ ഈ ടച്ചിൽ കാണിച്ചല്ലോ. ഗോപുരത്തിന്റെ ടോപ്പ് താഴോട്ട് വരുമ്പം ഭയങ്കര രസമാണ് കാണാൻ. നമ്മളിതിന്റെ അടിയിലെത്തിയിട്ട് നമുക്ക് ഫോട്ടോ ഒന്നും കിട്ടില്ല. അമ്മാതിരി പൊക്കമാണ്. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ ചെറുതായിട്ട് തോന്നാം, പക്ഷെ വളരെ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമ്മളിനിയിപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് നമ്മൾ കാപ്പി കുടിച്ചിട്ടില്ല അല്ലേണ? അടുത്ത പ്ലാൻ നമുക്ക് കാപ്പി കുടിക്കണം ഏതെങ്കിലും വെജ് ഹോട്ടലിൽ കയറിയിട്ട്. മറ്റേ അവിടെ കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം വേണ. ഇവിടെ എല്ലായിടത്തും ജിഗർദണ്ഡ കടകളാണ് കൂടുതലും. എല്ലായിടത്തും എഴുതി വെച്ചിട്ട് അത് ഇതിപ്പം വായിക്കാറിയാന്നുള്ളത് വായിക്കാം. ജിഗർദണ്ഡ ഉണ്ട്, ബാലൻസ് സോഡ ഉണ്ട്, സൗത്ത് ടവർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ നൂല്, ചരട് കാര്യങ്ങളെല്ലാം. നമ്മൾ മധുര മീനാക്ഷിയിൽ പോയിട്ട് വന്ന് അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഒരു പാലസ് ആണ്. ഞാൻ പേര് മറന്നുപോയി. അതിന് മുന്നേ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമ്മളിവിടെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നല്ല ഊബർ ബുക്ക് ചെയ്ത് പോകാനുള്ള പ്ലാനാണ്. രണ്ടുപേരും നടന്നു പോകുന്നു. നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മളെ അവിടുത്തെ പോലെ ഇതൊന്നുമല്ല, മഴയൊന്നുമല്ല, നല്ല വെയിലാണ് ഇവിടെ. അപ്പൊ നമ്മളെന്തായാലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നമ്മളെ പരിപാടികൾ കാണിച്ചു തരാം. പയ്യനാണ് വയ്യാതായത്. നമ്മുടെ മധുര ട്രിപ്പില് കോവിലിൽ പോകാൻ പറ്റാത്ത പയ്യനാണ്. പയ്യനെ വയറ് വയ്യാതായി. നമുക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ എന്തായാലും നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് ഇവിടുത്തെ മെയിൻ മൂഞ്ചിപ്പ് എന്തോന്ന് വെച്ചാൽ ഇവന്മാര് നമ്മളെ മറ്റേ റാപ്പിഡോ പോലത്തെ സൈറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്യും. ഇപ്പം ഇതിലിപ്പം കാണിക്കുന്നത് ഇപ്പം 60 രൂപ 70 രൂപയായിരിക്കും. പക്ഷെ അവന്മാർ ബുക്ക് ചെയ്തോണ്ട് നമ്മൾ നമ്പറിൽ വിളിച്ചിട്ട് പറയും 150 രൂപ വേണം, 100 രൂപ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഇതാണ് അവന്മാരുടെ മെയിൻ പരിപാടി. ഇപ്പം രണ്ടാമത്തെയാണ് നമ്മൾ ട്രിപ്പ് റിക്വസ്റ്റ് ചെയ്തിട്ട്. ആദ്യത്തെ വിളിച്ചപ്പം 150 രൂപ വേണമെന്ന് പറഞ്ഞു. ഇതിപ്പം അവൻ പറയും 100 രൂപ മതിയെന്ന്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മളത് സമ്മതിച്ചു. ഭയങ്കര മൂഞ്ചിയ പരിപാടിയാണത്.
എന്ത് ചെയ്യാൻ. പിന്നെ നമ്മൾ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സച്ചുവിന് വീണ്ടും വയ്യാതായി. അങ്ങനെ അവനെ റൂമിൽ കൊണ്ട് കിടത്തി. വയർ പ്രശ്നം. അപ്പൊ അവൻ കാണൂല നമ്മുടെ തിരുമല നൈക്കർ പാലസ് പോവാൻ. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇപ്പം ഫുഡ് കഴിച്ച ഹോട്ടൽ വിനായക. അതേ ബ്രെഡ് എന്തെങ്കിലും വേണം. ഈ എണ്ണ കലരാതെ എന്തെങ്കിലും. നമ്മൾ അടുത്ത സ്ഥലമായ തിരുമല നായ്ക്കർ പാലസ്, അതാ ഇവിടെയാണ് പറഞ്ഞത്. നമ്മള് ഏറ്റവും ശ്രീ മീനാക്ഷി സുന്ദരേശ്വർ ടെമ്പിൾ. അതല്ല, അന്ന അവിടെ പൈസ കൊടുക്കുകയാണ്. നമ്മൾ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അകത്തോട്ട് പോയിട്ടുള്ള വിഷ്വൽസ് കാണില്ല. ഇതാണ് ഇവിടുത്തെ റേറ്റ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പം 10 രൂപ ടിക്കറ്റും 30 രൂപ സാധനത്തിനുമാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രി. ഇതാണ് പാലസ്. സമയം കളയണ്ട. നമ്മളെ പരിപാടികളും ഇതാണ് ഇവിടുത്തെ പാലസ്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ സെറ്റ് ആവുമെന്ന് അറിയണം, പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമുണ്ട് കാണാൻ. നമ്മള് ക്യാമറ കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനാണ്. ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസം. ഇവരേതാ ഇവിടെ രണ്ടുപേരും കൂടെ കളിച്ച് സെറ്റ് ചെയ്യണം ക്യാമറ. അപ്പൊ നമ്മളെ സെറ്റ് ചെയ്യും. ഓ അവിടെ ഫ്രെയിം ബ്രോ. ഇവിടുത്തെ ചരിത്രത്തിനെ പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് നമ്മളെ വ്ളോഗർമാർ പറയണ പോലെ അതൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒന്നും സംഭവം. നമ്മുടെ മണിരത്നത്തിന്റെ ഏതോ പാട്ടൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അണ്ണേ അരിച്ചേട്ടാ, ഏത് പാട്ടോട് ഷൂട്ട് ചെയ്ത്? ബോംബെയിലെ ആ മണിരത്നത്തിന്റെ ആൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഇവിടെയാണ്. കണ്ണാളനെ ഗുരുവിലെ പാട്ട്, പിന്നെ ഭീമ വിക്രമിന്റെ പടത്തിന്റെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുകൾ. ഇരുവറിന്റെ ഭയങ്കരമായിട്ടുള്ള സീനുകളുടെ ഓ ഇരുവല്ല. അതെ മോഹൻലാൽ പ്രകാശ്. അങ്ങനെ ലെജൻസിന്റെ ഫ്രെയിമിൽ നമ്മൾ വീണ്ടും കുറച്ച് ഫോട്ടോസ്. അതെ മണി നല്ല രസമുണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം. ഗൈസ് ഇത് പാലസ് നിങ്ങൾക്ക് നല്ല കറുത്തിട്ടുണ്ടല്ലേ. മധുരയിൽ ഒന്ന് കറുത്ത് ഗൈസ്. നല്ല ലൈക്ക് നല്ല വെയിലുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ചുറ്റി കാണിച്ചു തരാനാണെങ്കിൽ കുറേ പൊളിയാണ്. ലൈക്ക് ഇവിടെ ഫോട്ടോസ് കുറച്ച് എടുത്തോണ്ടിരിക്കുകയാണ്. പാലസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കറങ്ങി നടന്നെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അമൽ ബ്രോ, നമ്മുടെ മോഡലായിട്ടുള്ള അരുൺ ബ്രോ. നല്ല രസമുണ്ട് ഇവിടെ. ലൈക്ക് നല്ല ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. എല്ലാവരും ഫോട്ടോസ് എടുക്കാനാണ് വരുന്നത്. അപ്പം നമ്മളും ഭയങ്കര എന്തായാലും ഞാൻ ഇവിടുന്ന് എടുത്ത ഫോട്ടോസ് കുറച്ച് സ്റ്റോറിയിലും വീഡിയോയിൽ ആഡ് ചെയ്യാം. നിങ്ങളെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുക. കാരണം ഞാൻ ഇൻസ്റ്റാ 360യിലും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ
ക്യാമറയിലും എടുത്ത കുറച്ച് ഫോട്ടോസ് കാണിക്കാം. നിങ്ങൾ ഫോട്ടോസ് റൈറ്റ് ചെയ്താൽ മതി. ഇതാണ് പാലസിന്റെ നടുക്ക് ഭാഗം. എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ഇതാണ് പാലസിന്റെ നടുക്ക് ഭാഗം. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ക്യാമറയിൽ. നമ്മളെ സിംഗിൾ ഫോട്ടോസ് നല്ല ഞാനിവിടെ തണുപ്പല്ല എങ്കിലും ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആവാന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷെ മധുരൈ വാസ് ഡിഫറെൻറ്റ്. ഭയങ്കര ചൂടാണ്. ഇപ്പം എൻ്റെ കാണുമ്പോൾ അറിയാം. ഇതാണ് നമ്മളെ നേരത്തെ കണ്ട പാലസിന്റെ നടുക്ക് ഭാഗം. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇറങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സച്ചുവിന് വയ്യ. അപ്പോൾ അവനൊന്ന് നോക്കണം. മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ മധുരൈ ട്രിപ്പ് ഏകദേശം എല്ലാവാറായി. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ മധുരൈ വന്നു, നമ്മളെ മീനാക്ഷി അമ്മ കോവിൽ തൊഴുതു, അതൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടിയപ്പം പോകുന്ന വെച്ച് പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണ്. ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തതിൽ. നമ്മളിപ്പോൾ ഇവിടുന്ന് മിക്കവാറും ഉടനെ ഇറങ്ങും. അവരവിടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇതാണ് സംഭവം. 5 മണിയൊക്കെ ആയപ്പോൾ ഇവന്മാർ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ വിസിലടിയും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പൊ ഞാൻ റൂമിലോട്ട് തന്നെ. 5 മണിയായി. അവിടെ നിന്ന് വീണ്ടും നമ്മള് റാപ്പിഡോ എടുത്ത് തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോവുകയാണ്. ഇപ്പൊ ചാർജ് ചപ്പന ഗൈസ്. ചാർജ് ചുണ്ണികൾ ഏത് വഴിയാണ് വണ്ടി കൊണ്ട് വരുന്നത് അറിയാൻ പറ്റില്ല. ആണ് ഏറ്റവും പറ്റുന്നത്. ഘട്ടത്തിലൂടെ നേരത്തെ പറഞ്ഞ പോലെ പയ്യനാണ് വയ്യാതെ. പയ്യനാണ് വയ്യാതെ. പയ്യനെ നമ്മൾ എനർജി ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ സംസം എന്ന് പറഞ്ഞൊരു കടയിൽ കയറി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മണി 9 ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോവുക, ബാഗ് പാക്ക് ചെയ്യുക, തിരിച്ച് ട്രെയിൻ കയറുക വീട്ടിലോട്ട്. ഇത് അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. പിന്നെ പയ്യന് വയ്യാതായും കൂടെ ആയപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വിഷമം കൂടെ ആയി. അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. മാക്സിമം നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നടുക്ക് നിന്ന് കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പം നമുക്ക് നടുക്ക് നിന്ന് ഔട്ട് കൊടുക്കാം ഗൈസ്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം ആനന്ദാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മുടെ ലാസ്റ്റ് ഫുഡ് ഇൻ മധുരൈ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആണ് മെനു ഫുൾ. അപ്പം എന്താണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നാട്ടുകോഴി ബിരിയാണി, ചിക്കൻ കറി ദോശ, മട്ടൻ കറി ദോശ, ചിക്കൻ പൊടികൂട, മട്ടൻ പൊടികൂട, പ്ലെയിൻ കൂട, മലയാളത്തിൽ പറയാം. ഫ്രൈ, ഫിഷ് കറി, സ്പെഷ്യൽ കറി ദോശ. കറി ദോശ ബിരിയാണി. பிரியாணி வேணாம். நம்ம டிராவல் பண்ண போறேன். தமிழ்நாட்டு வந்துட்டேன் ശൈലി പഞ്ചാബി നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് ഉപയോഗിക്കുന്നത്?
അങ്ങനെ നമ്മളെ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോണാണ് കേട്ടാ. നമ്മളെ മധുരയിലെ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളെ പുനരൂര് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്താണ്. അണ്ണൻ ചിരിക്കണുണ്ട് കേട്ടാ, നമ്മുടെ സംസാരം കേട്ടിട്ടാണ്. വീഡിയോ കട്ടാവണതും അണ്ണന്റെ കുറച്ച് സാധനം കിട്ടിട്ട അവര് അമ്മോട് തൂത്തും. നാട്ടുകോഴി ബിരിയാണി ലൈവാണ്. ജീവനുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോറി എടുക്ക. ബ്രോ കൈ ബ്രോ എങ്ങനെ ഉണ്ടെന്നോ? വായിൽ വെക്കണം, വായിൽ വെക്കണം, എടുക്കാം ബ്രോ. കൈ കൈ സൂപ്പറാ. തമ്പി അതിനെയാ കഴി ബ്രോ. അധികം കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ വാ കഴിയണം. അണ്ണ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡിന് വേണ്ടിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെ കൊത്തു പൊറോട്ട വന്നു. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു. നല്ല ചൂടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. കുറച്ച് ഫ്ലേവേഴ്സ് കാര്യമുണ്ട്. അങ്ങനെയുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ പണ്ട് കുറെ നാളായി കൊത്തു പൊറോട്ട കഴിച്ചിട്ട്. അപ്പം ടേസ്റ്റ് എന്താണെന്ന് കൊള്ളാം, കുഴപ്പമില്ല. മറ്റേ എന്തോടാ കേസാ? എന്താ കേസ്? അങ്ങനെ ഇപ്പം മണി 11 നമ്മളെ തിരിച്ചു പോകാനുള്ള ട്രെയിൻ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ കാര്യങ്ങളൊന്നുമില്ല. അപ്പം வண்டி எண் 1672 மதுரை புனலூர் எக்ஸ்பிரஸ் via விருதுநகர் ஜங்ஷன் திருநெல்வேலி Trivandrum.